മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ചെറിയൊരു ഇൻട്രോ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇൻട്രോ ഒന്നും വലുതൊന്നുമില്ല, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്. ഞാൻ എൻ്റെ ഒരു വീക്കിലി അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് എൻ്റെ ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പേഴ്സണലി എല്ലാം നമ്മുടെ വജനൽ ഏരിയ ആയിരുന്നാലും അണ്ടർ ആം ആണെങ്കിലും നമ്മുടെ ലെഗ് ആണെങ്കിലും എല്ലാ ഏരിയയിലും ഹെയർ റിമൂവ് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് കേട്ടോ. അതിപ്പോൾ പീരീഡ് ആവുന്നതിൻ്റെ ആ ഒരു മുന്നേയും അതിനുശേഷം ഞാൻ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാറുണ്ട്. അപ്പം മുന്നേയൊക്കെ ഞാൻ നമ്മുടെ റേസർ വെച്ചിട്ടായിരുന്നു നമ്മുടെ അണ്ടർ ആം ആണെങ്കിലും ഇൻറ്റിമേറ്റ് ഏരിയ ആണെങ്കിലും ലെഗൊക്കെ ആണെങ്കിലും എൻ്റെ ഹെയർ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഹെയർ ഗ്രോത്ത് ഉള്ള ആളല്ല, എന്നാലും എനിക്കിപ്പോൾ ചെറിയൊരു ഹെയർ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് റേസർ വെച്ചിട്ട് ഇടുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ ബംസ് ഇങ്ങനെ വരും കേട്ടോ. ഭയങ്കര ഇറിറ്റേഷനും കുറച്ച് ദിവസത്തേക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ എനിക്കുണ്ടാവും. അതിങ്ങനെ ഒരു ചൊറിഞ്ഞ് തടിച്ചിരിക്കും പോലെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ റേസർ ഇങ്ങനെ നമുക്കിങ്ങനെ യൂസ് ചെയ്യണമല്ലോ, യൂസ് ചെയ്തിരിക്കാൻ പറ്റുന്ന വാക്സ് ചെയ്യുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഹെയർ റിമൂവൽ ക്രീം യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ കുറേ ഇങ്ങനെ നോക്കിയതിൽ എനിക്കൊരു നല്ലൊരു ക്രീം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വാങ്ങി കേട്ടോ. വലിയ റേറ്റൊന്നും ഇല്ല, വളരെ എക്സ്പെൻസ് കുറവായിട്ടുള്ള ഒരു ക്രീമാണ്. പക്ഷേ അത് വാങ്ങി യൂസ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ പൊന്നും അടിപൊളി ഒരു ക്രീം കേട്ടോ. എൻ്റെ പേട് ഇതൊന്നും അല്ല, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്. അടിപൊളി ഒരു ക്രീമാണ്. നമ്മൾ നോർമലി നമ്മളൊക്കെ കുറേ ക്രീം നമ്മുടെ ഹെയർ റിമൂവൽ ക്രീം നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഭയങ്കര ബ്ലീച്ചിൻ്റെ ഭയങ്കര കുത്തലൊരു ഫീലാണ്. അങ്ങനത്തെ കുറേ കുത്തൽ ഫീലിലേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഹെയർ റിമൂവൽ ക്രീം നിർത്തിയത്. അതിനുശേഷം റേസർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ ഈ ഒരു ഹെയർ റിമൂവൽ ക്രീം വാങ്ങിയതിന് ശേഷം അങ്ങനെ കുത്തുന്ന ഫീലോ ഒന്നും തന്നെ ഇല്ല. ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്കിന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാവും. റേസറൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇത് ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതാട്ടോ പ്രോഡക്റ്റ്. ഇത് നമ്യ എന്നൊരു ബ്രാൻഡിൻ്റെ ഹെയർ റിമൂവൽ ക്രീമാണ്. ഇതിന് 2 പാക്കറ്റ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ 300 റുപ്പീസിന് അകത്തേ ഈ ഒരു ബ്രാൻഡിന് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ഒരു ഹെയർ റിമൂവൽ ക്രീം നമുക്ക് വരുന്നുണ്ട്. കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുന്ന സാധനം അല്ലല്ലോ. ഞാനിത് യൂസ് ചെയ്യുന്നതാ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഹെയർ റിമൂവൽ ക്രീം നമുക്ക് ഇതിൻ്റെ കൂടിയിട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം ആഫ്റ്റർ ഹെയർ റിമൂവിന് ശേഷം നമുക്ക് യൂസ് ചെയ്യേണ്ട സൂത്തനിങ് ആൻഡ് കാമിങ് ആഫ്റ്റർ സിറം എന്നും പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്രീമും ഇതും അതിൻ്റെ കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതും വരുന്നുണ്ട്. അപ്പം ഇത് 2 ക്രീമാണ് ഇതിൻ്റെ കൂടിയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി നമുക്ക് കിട്ടുന്ന ഒരു സ്പാറ്റുലയും നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടിയിട്ട് കിട്ടുന്നുണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ, ഇത് അത്രത്തോളം വെറുത്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ എൻ്റെ ഇതിൽ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഭയങ്കര വെറുത്താണ്. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ഞാനത് യൂസ് ചെയ്തും കൂട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ക്രീം വരുന്നത് ഈ ഒരു കളറിലാട്ടോ. ഒരു ചെറിയൊരു എന്താ പറയുക, ലൈറ്റ് ഒരു യെല്ലോ കളർ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മളെ ലെഗിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പോർഷനാണ് കേട്ടോ കാണിക്കുന്നത്. കണ്ടോ, എൻ്റെ എല്ലാ ലെഗിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെയർ ഉണ്ട്. അത്യാവശ്യം ഭയങ്കരമായിട്ടല്ല, അവിടെ ആയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തിക്കായിട്ട് നമുക്ക് എവിടെയാണോ റിമൂവ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ സ്പാറ്റില വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ വലിയ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. അത്ര നേരം ഒന്ന് ക്ഷമിക്കുക, അത്രയും ഒന്ന് വെയിറ്റ് ചെയ്യുക. വേറെ ഒരു സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഇല്ല കേട്ടോ, റിയലി. അപ്പം നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സ്പാറ്റിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് വൈപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ ഹെയർ എങ്ങോട്ടാണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വൈപ്പ് എന്നേ കണ്ടോ. നമ്മളെ ഹെയർ എല്ലാം തന്നെ നമുക്കിങ്ങ് പോരും കേട്ടോ. പാടെ അങ്ങ് പോരും. അപ്പം ഞാൻ നല്ല ഇതിനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പം അടിമുടി എല്ലാ ഹെയറും നമുക്കങ്ങ് പൊക്കോളും. അത് മൊത്തത്തിലങ്ങ് തന്നെ പൊക്കോളും കേട്ടോ. നല്ല നീറ്റാവും കേട്ടോ. നമ്മൾ ലെഗായിരുന്നെങ്കിലും നമ്മുടെ ഏത് ബോഡി പാർട്ടിലാണോ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് അവിടെ നല്ലൊരു സ്മൂത്ത് ഫിനിഷ്. നമുക്കത് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മൂത്ത് ആവും കേട്ടോ. എനിക്ക് ഇതെല്ലാം വാക്സ് ചെയ്യുമ്പോഴത്തേക്കല്ല, നമുക്ക് നമ്മുടെ റേസർ വെച്ചിട്ട് പിടിക്കുമ്പോൾ അതൊരു ബമ്പായിട്ട് നമുക്ക് അതിങ്ങനെ കാണും കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. നമുക്ക് അതിനുശേഷം നമ്മളെ അവളുടെ കൂടെ കിട്ടുന്ന ഒരു സിറം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു
പറഞ്ഞായിരുന്നില്ലേ, ആ സിറം നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടികളെല്ലാം ഇവിടെ വെച്ച് കഴിഞ്ഞു കേട്ടോ. ഭയങ്കര സിൽക്കി സ്മൂത്ത് സ്കിന്നായിട്ട് നമുക്കിത് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിൻ്റെ ആഫ്റ്റർ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി കണ്ടോ എന്ത് നീറ്റായിട്ടാണ് നമ്മൾ എൻ്റെ ലെഗ് ഇരിക്കുന്നത് കണ്ടോ. അപ്പം ഇതാട്ടോ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹെയർ റിമൂവൽ ക്രീമാണ്. നമുക്ക് അൺവാൻറ്റഡ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡെപ്പിലേറ്ററി ക്രീമാണ് നമ്മുടെ ഒരു നമായ ഹെയർ റിമൂവൽ ക്രീം എന്ന് പറയുമ്പോൾ ഹെയറിനെ നമ്മുടെ സ്കിന്നിന്റെ സർഫസിൽ വെച്ചിട്ട് തന്നെ ഡിസോൾവ് ചെയ്യുന്നു കേട്ടോ. നമ്മൾ ഈ ക്രീം യൂസ് ചെയ്ത് ഫ്യൂ മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഹെയർ ഒന്ന് വീക്കായിട്ട് അത് ചത്തു അങ്ങനെയാണ് നമുക്ക് പറയാം. നമ്മുടെ ഹെയർ വീക്കാവും കേട്ടോ. നമ്മുടെ ഹെയർ വീക്കാകുമ്പോൾ തന്നെ നമുക്ക് ഈസിലി നമുക്കത് വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈസിലി നമുക്ക് നമ്മുടെ ഹെയർ ഇങ്ങ് പോരും കേട്ടോ. ഈസി ആയിട്ട് നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കത് ആംസ്, നമ്മുടെ ലെഗ്സ്, നമ്മുടെ ബിക്കിനി ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാം. നമ്മുടെ ഫേസിൽ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ ഈ ഒരു ക്രീം എന്ന് പറയുമ്പോൾ. നമ്മുടെ ഈ ക്രീമിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നോക്കാം കേട്ടോ. നമുക്ക് ഹാർഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻ്റ് ഉള്ളതെന്ന്. ക്രീമിലുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അലോവേരയാണ് കേട്ടോ. അലോവേര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലുള്ളത് കാമോലി എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലിസറിൻ ആണ് കേട്ടോ. ഗ്ലിസറിൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്കിന്നിലെ ഇറിറ്റേഷൻ ഒക്കെ ഒന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് നോർമലി ക്രീമൊക്കെ ഇടുമ്പോൾ നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി, അതൊക്കെ ഒന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗ്ലിസറിൻ എന്ന് പറയുമ്പോഴത്തേക്ക്. നെഗറ്റീവ് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഒന്നും ഞാൻ ഇതിൽ കണ്ടില്ല. അപ്പം ചിലർക്ക് ചില രീതിയിൽ ഒരു സൈഡ് ചിലർക്ക് ഒരു ചെറിയ രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. ചിലർക്ക് ഈ സ്മെല്ല് പിടിക്കത്തില്ല. എനിക്ക് ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ ഒരു സ്മെല്ല് എന്ന് പറയുമ്പോഴത്തേക്കും. അതുകൊണ്ട് എന്തായാലും നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് എന്തായാലും പാച്ച് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് എടുക്കുക. സെൻസിറ്റീവ് സ്കിൻകാർ മസ്റ്റ് ആയിട്ടും ഇത് പാച്ച് ടെസ്റ്റ് മസ്റ്റ് ആയിട്ടും എടുക്കുക കേട്ടോ. അത് മസ്റ്റ് ആണ്. അങ്ങനെ അത് വലിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഒന്നും എനിക്ക് വേറെ ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതും പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്ന ടൈമിനെക്കാട്ടും കൂടുതൽ പെട്ടെന്ന് കഴുതാവും ഈസിലി വരുമെന്നും പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്തേക്കുന്ന ടൈമിലെക്കാട്ടിലും കൂടുതൽ നേരം വെക്കേണ്ട. ഒരു 5 to 10 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി കേട്ടോ. തലയോട്ടിയിലും ഒന്നും ആകാണ്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മുടി അപ്പം തന്നെ പോവും. ഹെയർ ചത്തുവെന്ന് മാത്രം കരുതിയാൽ മതി, വേരോടെ പിഴുതു പോകും കേട്ടോ. അത് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും കട്ട്സോ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്കിന്നിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പാച്ച് ടെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, മസ്റ്റ് ആയിട്ടും പാച്ച് ടെസ്റ്റ് എടുക്കുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫേസിൽ യൂസ് ചെയ്യരുത്. ഫേസിൽ യൂസ് ചെയ്യണമെങ്കിൽ ഫേസിലുള്ള ക്രീം മാത്രമേ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ടുള്ള അടിപൊളി ഒരു ക്രീമാണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഹെയർ ഫുള്ള് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഒരു 10 മിനിറ്റ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. നമ്മൾ വാക്സ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഒന്നും അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസിലി കേട്ടോ, ഈസി ആയിട്ട് നമുക്ക് എല്ലാ ഹെയറും പോകും കേട്ടോ. എനിക്ക് മെയിനായിട്ട് തോന്നി എല്ലാ ഹെയറും തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അത് അടിപൊളിയായിട്ട് പ്രത്യേകിച്ച് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആർക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കുച്ചുട്ടിക്കല്ല, നമുക്കല്ലാതെ ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു കൺക്ലൂഷനിൽ പറയാനാണെങ്കിൽ അടിപൊളി ഒരു ക്രീമാണ്, മസ്റ്റ് ട്രൈ ആണ്. വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ വലുതായിട്ടൊന്നും തന്നെ എനിക്കിത് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ പറയൂ. ഞാൻ ഇതിൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് എന്തെങ്കിലും കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ബൈ, നാളെ കാണാം. അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നാളെ വേറെ വീട്ടിൽ വീണ്ടും കാണാം. ബൈ.